ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ദിസ് ഈസ് മീ വൃന്ദ. അപ്പോൾ ടൈം ഇപ്പോൾ ഒരു 6:30 ഞാൻ എഴുന്നേറ്റു. ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണമാണ്. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും ഞാനിന്ന് ഈ കല്യാണത്തിന് ഒരുങ്ങുന്നതൊക്കെ, തലേദിവസം ഒരുങ്ങുന്നതൊക്കെ. അപ്പോൾ ഇന്നിപ്പോൾ സാരി കൊടുക്കണം. സാരിയൊക്കെ റെഡിയാണ്. പിന്നെ മേക്കപ്പൊക്കെ ചെയ്യണം, കുറേ വീഡിയോസൊക്കെ എടുക്കണം. അതുകൊണ്ട് ഞാൻ നേരത്തെ എഴുന്നേറ്റ്. പിന്നെ 8:30 ഇവിടെ നിന്ന് ഇറങ്ങണം. 9 മണിക്കാണ് താലികെട്ട്. ഞങ്ങളെല്ലാവരും കാണാൻ പോകുന്നുണ്ട്. അപ്പം അതിന് വേണ്ടി റെഡി ആവണം. ഞാൻ 6:30 എഴുന്നേറ്റു. പക്ഷെ ഇപ്പം എനിക്ക് അത്ര ഉറക്ക ക്ഷീണമില്ല, സൗണ്ട് ഇല്ല നേരത്തെ. എന്നാലും വലിയ ആർഭാട പരിപാടിയൊന്നും ഞങ്ങൾ ചെയ്തില്ല, പക്ഷേ ഞങ്ങളുടെ സൗണ്ടൊക്കെ പോയി. അപ്പോൾ എന്താ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നേ? അപ്പോൾ ഇത് എന്തോ ഞാൻ പറഞ്ഞു മറന്നായി. അപ്പം ഞാൻ 6:30 എഴുന്നേറ്റിട്ടുണ്ട് റെഡി ആവാനായിട്ട്. ഇനി 8:30 ആകുമ്പോഴേക്കും ഇറങ്ങണം, വീഡിയോസൊക്കെ എടുക്കണം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ കാണാം, കല്യാണ വിശേഷങ്ങൾ കാണാം. ഓക്കെ, ഇതെൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ട്. അവളെ ഒന്ന് കാണിച്ചേ. ഇത് വേറെ ഒരുത്തി ഇവിടെ വന്നിട്ടുണ്ട്. അവള് മടി പിടിച്ചിട്ട് കല്യാണത്തിന് വരുന്നില്ല. ഇവള് പാവം നടന്നു വന്നു കല്യാണത്തിന്. ഇപ്പം ഞങ്ങളെ ഒരുമിച്ച് കല്യാണത്തിന് പോകും. വേറെ ഒരുത്തിയും കൂടെ വരാനുണ്ട്, അവരൊക്കെ വരും. ചിരിപ്പിക്കല്ലേട്ടാ, ഞാൻ ഒരു കണക്കിന് എടുക്കണതാ നീളപ്പം. നമുക്ക് ആദ്യം നോക്കിടി. പറയടാ ഈ കൈ അവളോട് കൈ ഹോൾഡ് ചെയ്യണം. നീ എന്തിനാ ഞങ്ങളെ വിളിച്ചു വരുത്തിന്നല്ലേ? ഇവളാണ് നമ്മളെ വിളിച്ചു വരുത്തിയത്. വീഡിയോ ആണ്. ഞങ്ങളുടെ ഫ്രണ്ടിന്റെ കല്യാണാണ്, എല്ലാരും ഉണ്ട്, അങ്ങനെയൊക്കെ പറ. നമ്മളിപ്പോ പഠിച്ച കുട്ടിയുടെ കല്യാണാണ്. ഫ്രണ്ടല്ലേ സുസുവിന്റെ കല്യാണാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഞങ്ങള് വന്നിട്ടുണ്ട്. നേരത്തെ വന്നിട്ടുണ്ട്. അതെ. അപ്പൊ രാത്രി നമ്മള് ആക്ച്വലി ഞാൻ 9 മണിക്ക് അവനെ വിളിച്ചപ്പോ കുളിക്കാൻ കയറുന്നുള്ളൂ. 9:30 വന്നു. അല്ല 9 മണിക്ക് ഞാൻ വീട്ടിലെത്തി. 9 മണിക്ക് ഞാനെത്തി. 9 മണിക്ക് ആവശ്യം വിളിച്ചിട്ട് പാത്രം ഡേ ഇൻ മൈ ലൈഫ് ഓഫ് റാം. ജോയല്, ദാലിയ, ഇത് ജിസസ്. ഞാനിവിടെ പഠിച്ചതാണ്. രണ്ടുപേരും ഒരുമിച്ചായിരുന്നത്. ഈ ഒരു വീഡിയോ സിമ്പിൾ ആക്കാം എന്നാണ് ഞാൻ ഫസ്റ്റ് വിചാരിച്ചത്. പിന്നെയാണ് ഓർത്തത് ഇവരുടെ ലവ് സ്റ്റോറി, പിന്നെ ഞങ്ങൾക്ക് അതിലുള്ള റിലേഷൻ, അത് പറയാതിരിക്കാൻ പറ്റില്ല. സൂസുവിൻ്റെയും അതായത് സൗബണ്ണിയുടെയും വിഷ്ണുചേട്ടൻ്റെയും 13 years ഓഫ് ലവ് ആണ്. എന്നിട്ടാണ് ഇവരുടെ സക്സസ് ആയിട്ടുള്ള മാരേജിലേക്ക് വരുന്നത്. ഇപ്പോൾ ഞങ്ങളെല്ലാവരും +1 +2 തൊട്ടുള്ള ഫ്രണ്ട്സാണ്. ചേട്ടനല്ല. പിന്നെ ഇവളെ കാണാൻ വരുമ്പോൾ ചേട്ടനായിട്ട് നമ്മൾ ഫ്രണ്ട്സായി. ചേട്ടൻ ഇവളെ കാണാൻ വരുന്ന ദിവസങ്ങളൊക്കെ ഞങ്ങൾക്കും സന്തോഷമുള്ള ദിവസങ്ങളാണ്. ഞങ്ങളും അവളുടെ കൂടെ നടന്നു പോകുമായിരുന്നു ആ ചേട്ടനെ കാണാനായിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവൾക്ക് കപ്പലിൻ്റെ മിഠായി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്നും കപ്പലിൻ്റെ മിഠായി കൊണ്ട് ചേട്ടൻ വരും. ഇവൾക്ക് അത് ഒരെണ്ണം ഫുള്ള് കൊടുക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരെണ്ണം എന്തായാലും കിട്ടും. ഞങ്ങൾക്ക് ഹാഫ് ആക്കാണെങ്കിലും കുഴപ്പമില്ല, ഞങ്ങളത് കഴിക്കും. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഡയറി മിൽക്ക്. എന്തായാലും ഇവരുടെ റിലേഷനിൽ ഞങ്ങൾ എല്ലാവരും വളരെ സന്തുഷ്ടരായിരുന്നു, ഇങ്ങനെ ഓരോന്ന് കിട്ടുന്നതുകൊണ്ട്.
ഓക്കെ, അപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞു. അച്ഛനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് വീട്ടിൽ പോകാനായിട്ട്. അപ്പോൾ നമുക്ക് ഇനി വീട്ടിൽ പോയിട്ട് കാണാം. ഞാനും ഇവളും മാത്രമേ ഉള്ളൂ. എൻ്റെ ഹൈലൈറ്റ് ആവുന്നുണ്ട്.